ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായെന്ന പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പാകുന്നതോടെ എൽഡിഎഫ് പഴയ നിലയിലേക്ക് എത്തും. ഭരണം കൂടി വിലയിരുത്തപ്പെട്ടതിനാലാണ് നില മെച്ചപ്പെട്ടത്. ബിജെപിയെ പലയിടത്തും യുഡിഎഫുകാർ വോട്ട് നൽകി വിജയിപ്പിച്ചുവെന്നും പിണറായി വിജയൻ ആലപ്പുഴയിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ മികച്ച രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾക്കൊരു കനത്ത തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. LDF എഴുതത്തള്ളപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ എതിരാളികൾ വിചാരിച്ചിരുന്നത്. അതിൽ നിന്ന് വളരെ വലിയ മുന്നേറ്റമാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുള്ള ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത്. ഇനിയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്ക് പഴയ നിലയിലേക്ക് തന്നെ ഞങ്ങൾ എത്തിച്ചേരും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമാണ് ഒരു പരിധിവരെ സ്വാധീനം ചെലുത്തിയതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞില്ല. മതന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDFനെതിരെയുള്ള ജനവികാരം ഗൌരവത്തോടെ കാണണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. VS സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ അവകാശമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ വിധി വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരായി നൽകിയ ഒരു വിധിയെഴുത്താണ് ഇത് എന്ന് ഇപ്പോഴവർക്കും ബോധ്യപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് രാജിവെച്ച് ജനവിധി തേടേണ്ട സമയമായിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് CPM നില മെച്ചപ്പെടുത്തിയെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള മനോരമ ന്യൂസിനോട് പറഞ്ഞു. എന്നിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ കഴിയും. മങ്കട മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ ഫലമറിഞ്ഞ 42 പഞ്ചായത്ത് വാർഡുകളിലെ 39 എണ്ണം UDFന്. CPMന്റെ പുഴക്കാട്ടരി പഞ്ചായത്തിൽ UDF ഭരണം നേടി. മക്കരപ്പറമ്പിലും UDFന് ഭൂരിപക്ഷം. ചില CPM നേതാക്കളുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് ഇതെന്ന് മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ചില നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു മറുപടിയാണ്. അത് മാത്രമല്ല, വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നെന്ന് ഈ തെരഞ്ഞെടുപ്പ്, ഇവിടുത്തെ പ്രത്യേകിച്ച് മങ്കട മണ്ഡലത്തെ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നു. ജനങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. പല ആൾക്കാരും പല രീതിയിലും എന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചു. അതിനൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തു ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വരുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് BJP കേന്ദ്ര നേതൃത്വം. ആരുടെയും സഹായമില്ലാതെയാണ് BJPയുടെ വിജയങ്ങളെന്നും പാർട്ടി വക്താവ് നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ പറഞ്ഞു. സഭയെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KCBC. സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുവെന്ന് വിവാദമുണ്ടാക്കിയ കപട മതേതരവാദികൾക്കുള്ള ശക്തമായ താക്കീതാണിത്. സഭയുടെ നിർദ്ദേശം വിശ്വാസികൾ അനുസരിച്ചതിന്റെ തെളിവാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും KCBC വക്താവ് ഡോക്ടർ സ്റ്റീഫൻ ആലത്ര കൊച്ചിയിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ശക്തിപ്പെടുത്തുക, വർഗീയവാദത്തെ എതിർക്കുക, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇത്തരത്തിലുള്ള മൂല്യങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നു. അതുപോലെ തന്നെ രാഷ്ട്രനിർമ്മിതിയിൽ ജനാധിപത്യമായ രീതിയിൽ സഭ ഇടപെട്ടപ്പോൾ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങളുടെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച കപട മതേതരവാദികൾക്കുള്ള ശക്തമായ താക്കീതും തിരിച്ചടിയും ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്.